നമ്മൾ വഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും തന്നിരിക്കുന്ന സ്ഥാനവും മാനവും അനുസരിച്ച് നമ്മൾ നിന്നുകൊള്ളുക. അതിനപ്പുറം കയറി ചെയ്യാൻ നമ്മൾ തുനിയരുത് എന്നെനിക്ക് എൻ്റെ ദൈവനാമത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പാൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ. അപ്പോൾ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ ഓഹരി. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഈ ഓഹരി എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് തറയിൽ വീഴുന്നു. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? മൂന്നിലൊന്നുമല്ല. ഇപ്പം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ ഞാൻ, ജൂലി, സാലി, മരുമോ സജു, ഞങ്ങൾ 4 പേരും ഇവിടെ താമസിക്കാമെന്ന് സപ്പോസ് വിചാരിച്ചു. ഞങ്ങൾക്കൊരു 10,000 രൂപ കിട്ടിയാൽ ആ 4 ഓഹരി ചെയ്ത് 25,000 രൂപ കർത്താവിന് വരും. അതാ ഓഹരി. 10,000 രൂപ കിട്ടിയാൽ 4,000 രൂപ കിട്ടിയാൽ 1,000 രൂപ. 4-1. കാരണം ഞങ്ങൾ 4 പേരല്ലേ, 10-1. ഓഹരി എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങൾ കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ട്? 4 പേര്. കർത്താവിന് ഒരാളെ കൂട്ടി 5 പേര്. ഈ 4,000-ത്തെ 5ആയിട്ട് ഭാഗിക്കുക. ആ ഓഹരിയാണ് കൊടുക്കേണ്ടത് കർത്താവ്. അതവിടെ എഴുതി വെച്ചേക്കുന്നത്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. സ്തോത്രം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിക്കാൻ ദൈവത്തെ പരിവേഷിക്കുന്നതാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണ വ്യവസ്ഥയിലുള്ളതാണത് ഓഹരി. ഇന്ന് ആരും ഒന്നും അത് ചെയ്യുന്നില്ല. എന്നാൽ പഠിപ്പിക്കൽ അങ്ങനെയായി, ആക്ച്വലി പഠിപ്പിക്കലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കുന്നവർക്ക് യാതൊരു സംശയമില്ല. ഇന്നത്തെ വിശ്വാസികൾ ഈ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ പോവാം. വിഷമിക്കരുതാനും. ഈ ഓഹരി കൊടുക്കാനും ഈ ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് കൊടുത്ത എന്ത് കിട്ടാനും? 10 പൈസ കിട്ടത്തില്ല. ദൈവത്തിന് കൊടുക്കാന്ന് പറയാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കണം. വഴിയെ പോകുന്നവരോട് കൊടുക്കുകയല്ലേ ചെയ്യണം. ദുരുപദേശം പറഞ്ഞ് മനുഷ്യനെ കൊന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നവന് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഗുണം കിട്ടാനാ? രണ്ടും പോവും, നശിച്ചു. ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന്റെ ദാസന്മാർക്ക് കൊടുക്കുക, പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുക. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പലർക്കും കടം മാറിയിട്ട് നേരമില്ല. എന്താ കാര്യം? അവർ ദൈവത്തിന് കൊടുക്കുന്നില്ല. കണ്ട ദുരുപദേശികൾ കൊണ്ടുവന്ന് വാരിക്കോരി കൊടുത്തിട്ട് അവസാനം കിടന്ന് ചക്രശ്വാസം വലിക്കുക. അവിടെ കൊടുക്കാൻ കാച്ചില്ല, ഇവിടെ കൊടുക്കാൻ കാച്ചില്ല. എന്താ ഇല്ലാത്തത്? നീ ദൈവത്തിന് കൊടുക്കാൻ പഠിക്കേ. ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരോടൊക്കെ പറയുന്ന കാര്യങ്ങളായിരുന്നു. ദൈവത്തിന് കൊടുക്കുക, നിങ്ങൾ ദശാംശം കൊടുക്കുക. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നതിന് എല്ലാ നന്മയിലും കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു 5 പൈനാപ്പിൾ മേടിച്ചുകൊണ്ടെന്ന് ഒരാപ്പിൾ കൊണ്ടെന്ന് അവിടെ കൊടുത്തേക്കണം സഭയിൽ. അതാൻ്റെ എല്ലാ നന്മയിലും ഓരിയല്ലേ. ഇതൊക്കെ വലിയ പണ്ടുള്ള ആൾക്കാർ ചെയ്യുമായിരുന്നില്ലേ. ഇപ്പോൾ അവർ മേടിക്കുന്ന അരി, സത്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പിടിയരി. ഒരു പിടി അരി എടുത്തൊരു പാട്ടയിലോട്ടിടും, മുളകിടും, മല്ലിയിടും, എല്ലാം ഇടും. എന്നിട്ട് ഇതെല്ലാം ഞായറാഴ്ച കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പാസ്റ്ററിന് കൊണ്ടുവന്ന് കൊടുക്കും. പാസ്റ്റർ അത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. പണ്ടുള്ള ദിവസന്മാർ നല്ല ഉപദേശം പറയുന്നവരാണ്. ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കും. അവരെല്ലാം ദൈവത്തെ സേവിക്കുന്നവരായിട്ട് അനേകര് നിത്യതയിലേക്ക് പ്രവേശിക്കാനിടയായിട്ട്. സ്തോത്രം. അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാം? കടുക് വാങ്ങിയിട്ട് ഒരു മേശപ്പുറത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് കടുക് 10 കടുക്, 1 കടുക്, 2 കടുക്, 3 കടുക്, 4 കടുക്, 5 കടുക്, 6 കടുക്, 7 കടുക്, 8 കടുക്, 9 കടുക്, 10ാമത്തെ കടുക് തട്ടിപ്പിന് കൊടുക്കും. പിന്നെ അങ്ങനെ ഓരോ കടുക് വേണ്ടിയിട്ട് കാട്ടുപത്തിൽ കൊടുത്തോണ്ടിരിക്കും. അത് അവർ കൊടുത്തോണ്ടിരുന്ന കാര്യം. 10 കാള ഉണ്ടെങ്കിൽ ഒരു കാളയെ അങ്ങോട്ട് കൊടുക്കുക. കാളയിറച്ചിക്ക് 450 വരെ ഉണ്ട്. പിന്നെ കാളയിറച്ചി പാർഷങ്ങനെ കാളയിറച്ചി എത്തിയിട്ടുണ്ട്, പോയി പണി വെക്കാൻ പറയാം എന്ന് പറയും നമ്മളല്ലേ. പക്ഷെ അന്ന് അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തവർ അനുഗ്രഹിക്കും. ഈ TPM-ലുള്ളവർക്ക് അവരുടെ ഭൗതിക അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാന നേട്ടം ഇതാണ്, അവർ ദശാംശം കൊടുക്കും. അത് മേടിച്ചിട്ട് ഉപദേശിമാരെങ്ങനെ തിന്നണമെന്നുള്ളത് വേറെ വിഷയം. നമ്മൾ അത് അവർ ദൈവമായിട്ട് നിർത്തോട്ടെ. പക്ഷെ അവർ ആ കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും? അതിൻ്റെ അനുഗ്രഹങ്ങൾ
ഭൗതിക അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അത് ഭൗതിക അനുഗ്രഹങ്ങളാണ്. ദൈവാനുഗ്രഹം എന്നും പറഞ്ഞ് അതിന്മേ കിടന്ന് തലകുത്തി മറിയുകയും ചെയ്യരുത്. അത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന രൂപാന്തര ശരീരവും പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയും, പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയും 1000 ആണ്ട് വാഴ്ചയൊക്കെയാണ് നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കലവറകൾ. അതാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോവുക. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് ചെയ്യും. ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മുടെ അയൽവാസിയായ ഒരുത്തൻ അന്നത്തിന് വകയില്ലാതെ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിരിക്കണം. നമ്മളിവിടെ അങ്ങനെയുള്ളവരാരും ഇല്ല. സത്യം നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരു അയൽവാസി അവിടെ എന്ത് ചെയ്യാൻ? എന്നാൽ പോലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ അവിടെ ചെല്ലിപ്പോയി. ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാലും അവിടെ ചെന്നു ചെറിയ തുക കൊടുത്തിട്ട് പോയി. ഒത്തിരി ചെലവ് പ്രാർത്ഥിച്ചു. മനസ്സിലായോ? അതൊരു നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട ഒരു നീക്കമാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കാശും ദൂരം ചെലവ് വരും. അണ്ണാറെ കണ്ട് തന്നാലേ ഒരു ചെറിയൊരു തുക അവർക്ക് സഹായം കൊടുത്ത് അനുഗ്രഹമാണ്. നന്മ ചെയ്യുകയും നാം അടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് ചെയ്യും. ആകയാൽ നാവ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യും. അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും ചെയ്യാൻ നന്മ. ജാതി മത ഭാഷ വർഗ വർണ്ണ വിവേചനം ഇല്ലാതെ അത് ചെയ്തുകൊള്ളുക. അതിൻ്റെ നന്മ നമുക്ക് കിട്ടാനിടയായി തീരും. അത് വചനത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പം എത്ര വലിയ അക്ഷരമായി എഴുതിയിരിക്കുന്നതിലൂടെ പൗലോസ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ കൃത്യമായി, വ്യക്തമായി, ഷാർപ്പായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വലിയ അക്ഷരമായി എഴുതിയിരിക്കുന്നു. ഈ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കൃത്യമായി, വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം. എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സമൂഹം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിചയം ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. എൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുന്നതിലൂടെ ഒരു ഭക്തൻ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പോരാട്ടങ്ങൾ, ഞെരുക്കങ്ങൾ. ഇതെല്ലാം ഒരു വിശ്വാസിയെ എന്ത് ചെയ്യുന്നു? ആത്മീയമായി തളർത്തിക്കളയുകയല്ല, കരുത്താർജിച്ച് മുൻപോട്ട് പോകാനിടയായിത്തീരുന്നു. സുവിശേഷ നിമിത്തം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളെല്ലാം ആ വിശ്വാസിയെ കരുത്തന്മാരാക്കി തീർക്കുന്നു, ശക്തന്മാരായി തീർക്കുന്നു. അവിടെ ക്ഷീണിച്ചു പോവുകയല്ല ചെയ്യുന്നത്, തളർന്നു പോവുകയല്ല ചെയ്യുന്നത്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇത് പലരും കിറിഞ്ഞി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണം അനുസരിക്കാത്തതുകൊണ്ടാണ്. പ്രമാണം അനുസരിച്ച് ജീവിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു അനുഗ്രഹമാണ്, നന്മയാണ്, വിടുതലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന്, അഥവാ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷിയായി തീരുമ്പോൾ ഉപദ്രവമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പോരാട്ടമുണ്ട്. അത് വരാതിരിക്കുവാൻ നിങ്ങളെ പരിച്ഛേദന കൽപ്പിക്കാൻ ചെയ്യുക, നിർബന്ധിക്കുക. പരിച്ഛേദനയായിട്ട് എനിക്ക് മോശം ആളല്ലേ, പഴയ ആളായി അനുഗ്രഹവും നന്മയും വിടുതൽ അനുഗ്രഹം പറഞ്ഞ് നടക്കുകയല്ലേ തുള്ളിച്ചാടി. ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്നവൻ എന്തുണ്ട്? ഉപദ്രവമുണ്ട്. കർത്താവിന്റെ പാതയിലൂടെ മുമ്പോട്ട് പോകുന്നതിന് എന്തുണ്ട്? പോരാട്ടമുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ട്, ഇല്ലാത്തവനോട് കൂടെ ഇല്ല. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ അവിടെ. മനസ്സിലായി? ഇതൊക്കെ ആത്മീയമായി വിവേചിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ. ഗലാത്യയിലെ വിശ്വാസികളെ അവർക്ക് ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഭാരങ്ങളും പോരാട്ടങ്ങളും പീഡകളും വരാതിരിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു വന്ന ഗലാത്യയിലെ വിശ്വാസികളെ ഈ യഹൂദ മതാനുസാരികളായിട്ടുള്ളവർ ക്രിസ്തുമതത്തിലേക്ക് വന്നപ്പോൾ അവർ പൂർണ്ണമായിട്ട് വരാതെ അവർ ആ ന്യായപ്രമാണത്തിൻ്റെ കുറേ സിംറ്റംസ് അവരുടെ ജീവിതത്തിൽ കിടക്കുക. അതും എല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുടച്ചുകൊണ്ട് പോകാൻ അത് താല്പര്യം. ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് പോയാൽ ക്രൂശിൻ്റെ
കഷ്ടപ്പാടില്ല, പീഡകളില്ല. ഒരു യഹൂദനെ പിടിച്ച് തല്ലുമാരെങ്കിലും തല്ലേണ്ട കാര്യമില്ല. കാരണം അവരുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക. കൊല്ലുക, അവനെ തല്ലിയ വിവരം അറിയും, അവൻ തിരിച്ചു തല്ലും. ആ സമയത്ത് ഒരു ക്രൂശിന്റെ സാക്ഷിയെ തല്ലിയാലോ അത് നിങ്ങൾക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് ഈ ഗലാത്യയിലെ വിശ്വാസികൾ എന്ത് ചെയ്യുക? പരിച്ഛേദന ഏൽക്കാൻ. യേശുക്രിസ്തുവിലൂടെയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിച്ഛേദന കൂടി ഏറ്റവും എന്ന് പറയുക. പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിന് വേർപെട്ടു പോയെന്ന് പോലും പഠിപ്പിക്കും. നീ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നീ കൃപയിൽ നിന്ന് വീണുപോയെന്ന് പോലും പഠിപ്പിക്കുമ്പോൾ ഈ സ്തോത്രം യഹൂദ ക്രിസ്ത്യാനികളായി മാനസാന്തരപ്പെടാത്ത ഗുണം പിടിക്കാത്തവന്മാർ വന്നിട്ട് എന്ത് ചെയ്യുക? പരിച്ഛേദന കൂടി ഏറ്റവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ക്രൂശിൻ്റെ സാക്ഷിയായ ക്രിസ്ത്യാനിക്ക് വരേണ്ട പീഡ ഇവന് വരരുത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷിക്ക് പീഡകളുണ്ട്, കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഒരു പക്ഷേ രക്തസാക്ഷിത്വം വരെ വഹിക്കേണ്ടി വരും. പക്ഷേ അവൻ്റെ മരണശേഷം അവർ ക്രിസ്തുവിനോടൊപ്പം നിത്യതയായിരിക്കും. ദൈവം ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെ ന്യായപ്രമാണം അനുസരിച്ച് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതിയിലും പോയി നടന്നാൽ എന്ത് പറ്റും? കർത്താവ് വരുമ്പോൾ ഇവിടെ കിടക്കും. മനസ്സിലായി? ഭയങ്കര വിഷയമാണത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടത് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. അതാണ് നമ്മൾ നേരത്തെ വായിക്കും. എന്തായിരുന്നു യേശുക്രിസ്തു പറഞ്ഞു? നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങൾ ആചരിക്കുന്നില്ല. സ്തോത്രം. വേറൊരു വാക്യം നമ്മൾ വായിച്ചല്ലോ. ഏതാ അത്? പ്രവൃത്തി പുസ്തകം 7:53. അത് വായിച്ചായിരുന്നല്ലോ. 7:53 വായിച്ചേ. എവിടെയെന്ന് വായിച്ചേ? പ്രവൃത്തി പുസ്തകം 7:53. അത് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു വേദഭാഗമാണ്. 7:53 7:53 വായിച്ചേ. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. 51 അങ്ങ് വായിച്ചേ. 51 കാര്യം മനസ്സിലായി. 7:51 പ്രവാചകൻ പറയുന്നല്ലോ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ. അതായത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വരുന്ന യഹൂദന്മാരെ നോക്കി സ്തെഫാനോസ് പറയുന്ന വേദഭാഗമാണ്. നിങ്ങൾ ശാഠ്യക്കാരാണ്, നിങ്ങൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരാ. ഈ ദൈവവചനം കേൾക്കണമെങ്കിൽ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന വേണം. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഉള്ളവർക്ക് ഈ ഉപദേശം കേൾക്കാൻ പറ്റത്തുള്ളൂ. ഹൃദയ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? മാനസാന്തരം. ആക്ഷരിക പരിച്ഛേദന ഏറ്റുകൊണ്ടിരിക്കുന്ന യഹൂദന് ഹൃദയ പരിച്ഛേദന ഇല്ല. പരിച്ഛേദന ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം, റാഡിക്കൽ ചേഞ്ച്, മാനസാന്തരം, റിപ്പൻറ്റന്റ് ആൻഡ് ബാപ്റ്റിസം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. ഇന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവരില്ല ഭൂമിയിലെ. ചുമ്മാ കൊണ്ടേ വെള്ളത്തിൽ മുക്കിയെടുക്കുക. അടുത്ത് കാറ്റുകാരും ഹൃദയത്തിന് ചെവിക്കും പരിചയമില്ലാത്തവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. കേട്ടോ, നീതിമാനായവന്റെ വരവ്, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അറിയിച്ച വിശുദ്ധ പ്രവാചകന്മാരൊരു കൊന്നുകളഞ്ഞു. യെശയ്യാവിനെ തടി കെട്ടിവെച്ച് അവനോട് ആ തടിയോട് ചേർത്ത് വെച്ച് യെശയ്യാവിനെ വാളുകൊണ്ട് അറുത്തു കൊന്നു വന്ന ചരിത്രം 5-ാമത്തെ സുവിശേഷമാണ് യെശയ്യാ പ്രവചനം. യേശുക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായി പ്രവചിച്ചിരിക്കുന്ന ഏക പഴയ നിയമ ഗ്രന്ഥമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ആ യെശയ്യാവിനെ എന്ത് ചെയ്തു? ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരും ആയിത്തീർന്നു. നിങ്ങളും ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു, ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങൾക്ക് പ്രമാണിച്ചിട്ടില്ല. സ്തെഫാനോസ് പറഞ്ഞു, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചവരാ, നിങ്ങളത് പ്രമാണിച്ചിട്ടില്ല. അടുത്ത വാക്യം വായിക്കുക. അത് എൻ്റെ സംഭവം അവിടെ കിടക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചില്ല എന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ കോപപരവശരായി. അടുത്ത അവന്റെ നേരെ പരിഹരിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യഹൂദന്മാര് സ്തെഫാനോസിനെതിരെ പല്ല് കടിച്ചു.
സ്തെഫാനോസ് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക്. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അടുത്തേ, അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തി ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു. നേരെ പാഞ്ഞു ഒരു കൂട്ടം ജനം. അടുത്ത്, അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞ് സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം സാക്ഷികൾ. അടുത്ത് എങ്ങനെ വായിക്കേ? സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗവൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ച് കർത്താവായ യേശുവിന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ കൂട്ടുകൂട്ടി കർത്താവെ ഈ പാവം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ പ്രാപിച്ചു. ഇത് വചനങ്ങൾ ഒരു ദൂത, അതൊക്കെ പഠിച്ചോണതല്ലെന്നൊക്കെ. ഒരു ഭക്തൻ മരിക്കുമ്പോൾ ഈ പാപം അവർക്ക് നിർത്തരുത്. കർത്താവ് പറഞ്ഞു മരിക്കാൻ നേരത്തെ എന്ത് പറഞ്ഞു? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാലോ അവരോട് ക്ഷമിക്കണമേ. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തൻ മരിക്കുമ്പോൾ ഇത് തന്നെയാണ്. കാരണം സ്തെഫാനോസ് ക്രിസ്തു ജീവിക്കുകയല്ലേ ചെയ്ത്, പൗലോസ് ക്രിസ്തു ജീവിച്ചു. നമ്മളിലൊക്കെ ആര് ജീവിക്കുന്നു നമ്മൾ വേണം തീരുമാനിക്കാൻ. പിജായാണോ ജീവിക്കുന്നത്, അത് നമ്മൾ തന്നെയാണോ, അത് വേറെ വല്ലവരും ആണോ, അല്ലെങ്കിൽ ദുരാത്മാവാണോ എന്നത് നമ്മൾ ചിന്തിച്ചു. ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിനെ ചേർന്നിരിക്കുക, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മിൽ വസിക്കട്ടെ. അപ്പം ന്യായപ്രമാണം ലഭിച്ചവൻ അതനുസരിക്കുന്നില്ലെന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്. പരിശോധനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്തുകാർ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ന്യായപ്രമാണമായ അപ്പോസ്തല ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം, പത്യുപദേശം അനുസരിക്കുന്നില്ല. അവർ മോചനം പറയാൻ പോകും. അതാ സഭയ്ക്ക് പറ്റിയ ദുരന്തം. സഭ ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ. യഥാർത്ഥ റിവൈവൽ സഭയ്ക്കുണ്ടാകണമെങ്കിൽ കർത്താവിന്റെ പ്രമാണത്തിലേക്ക് സഭ മടങ്ങി വരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശോധനക്കാർ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. അടുത്ത്, നിങ്ങൾ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ നിർബന്ധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ജഡത്തിൽ ന്യായപ്രമാണം ആചരിച്ച ജഡത്തിലാണ് പ്രശംസ. ന്യായപ്രമാണം ആചരിക്കുന്നവർ സ്വന്തം ജഡത്തിലാ പ്രശംസ. കാരണം ജഡത്തിന്റെ പ്രമാണമല്ലേ ന്യായപ്രമാണം. ജഡീക നിയമമെന്ന് എബ്രായലേഖനം 10-ാം അധ്യായം, ജഡീക ശുദ്ധീകരണം എന്ന് എബ്രായലേഖനം 10-ാം അധ്യായം. ജഡീക നിയമം, ജഡീക ശുദ്ധീകരണം ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമപ്രമാണം ആത്മാവിന്റെ ശുദ്ധീകരണം, ആത്മാവിന്റെ രക്ഷയ്ക്കുള്ളതാണ്. അതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സ്തോത്രം. പരിശോധന ഇവിടെ പറഞ്ഞു, സ്തോത്രം. എനിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് ന്യായപ്രമാണത്തിൽ പ്രശംസിക്കേണ്ട. പ്രശംസ എനിക്ക് ന്യായപ്രമാണത്തിൽ ഇല്ല എന്ന് പൗലോസ് പറയില്ല. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി ഒന്ന് തെളിച്ച് വായിക്കാൻ വേണ്ടി ഒരു ഭാഗം എടുക്കാം. ആ ഫിലിപ്പിയ ലേഖനം അതിൻ്റെ ഹല്ലേലൂയ 5 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വേണ്ട 4 മുതൽ വായിക്കുന്നു. പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായർ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അപ്പോൾ പ്രമാണം അനുസരിച്ചുകൊണ്ടിരുന്ന പൗലോസ് എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നു. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ അതെല്ലാം എന്തായി? ഛേദമെന്നാണ്. അതാ പൗലോസിന്റെ പ്രത്യേകത. പൗലോസിന് ജഡത്തിൽ പ്രശംസിക്കാനുണ്ടായിരുന്ന വകകളെല്ലാം പൗലോസ് മാറ്റി ക്രിസ്തുവിൽ പ്രശംസിക്കാൻ തുടങ്ങി. ജഡത്തിന്റെ പ്രമാണം, ജഡത്തിന്റെ ശുദ്ധീകരണം ഒക്കെയാണ് ന്യായപ്രമാണം. അത് മനസ്സിലാക്കിയ പൗലോസ് എനിക്ക് ജഡത്തിൽ പ്രശംസിക്കേണ്ട, എൻ്റെ പ്രശംസ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതാണ് ഈ 14-ാം വാക്യം പറയും, എനിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവൻ ആ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രശംസ ക്രിസ്തുവിൽ. നമ്മൾ
യിരെമ്യാവിൻ്റെ പ്രവാചക പുസ്തകം പഠിച്ചു വരുമ്പോൾ പ്രശംസയെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 23-24 വേദവാക്യങ്ങൾ. ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇത് മൂന്നും നശിച്ചു പോകുന്നതാണ്. ഇന്നത്തെ ക്രൈസ്തവഗോളം പ്രശംസിക്കുന്നത് മുഴുവൻ അതില്ല. കുറച്ച് അറിവ് കിട്ടിയാൽ പിന്നെ അതിലങ്ങ് പ്രശംസിച്ചോളുക, കുറച്ച് ജ്ഞാനം കിട്ടിയാൽ അതിലങ്ങ് പ്രശംസിച്ചോളുക, ഇച്ചിരി ബലം കിട്ടിയാൽ അതിലങ്ങ് പ്രശംസിച്ചോളുക. രാഷ്ട്രീയ സ്വാധീനം ഒരു ബലമാണ്, പണത്തിൻ്റെ സ്വാധീനം ഒരു ബലമാണ്, അതിലങ്ങ് പ്രശംസിച്ചോളുക. പക്ഷെ പ്രവാചകൻ പറയുന്നു, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-23-24 വാക്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രശംസ എന്തായിരിക്കണം? കർത്താവിലായിരിക്കണം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഈ ക്രൂശിൽ പ്രശംസിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ച പാപമോചനം, അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലാണ് സംഭവിച്ചത്. ശ്രദ്ധിക്കണം, ഇത് ഈ ക്രൂശിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് എനിക്ക് എന്ത് കിട്ടിയത്? പാപമോചനം. മഹാപാപിയായ പാപികൾ ഒന്നാമനെന്നാ പോലീസ് പറയുന്നത്. ആ മഹാഭാവിയായ ഞാൻ എനിക്കെങ്ങനെ പ്രശംസിക്കാൻ കഴിഞ്ഞു? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ എനിക്ക് പാപമോചനം കിട്ടി. അതുകൊണ്ട് ആ ക്രൂശിൽ ഞാൻ പ്രശംസിക്കുന്നു. അർത്ഥം ക്രൂശ് മരണത്തിൽ പ്രശംസിക്കുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഞാൻ പ്രശംസിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാനിട വരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കും. അവനാ ലോകം എനിക്ക് ഞാൻ. അതിൻ്റെ അർത്ഥം എന്താ? അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലാബാനും യാക്കോബും തമ്മിലുള്ള വിഷയം അല്പം പ്രയാസം ഉണ്ടായപ്പോൾ യാക്കോബ് ഒരു കൽത്തൂണെടുത്ത് നെറ്റി ആർത്തിയിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വരാൻ പാടില്ല, നമുക്ക് തമ്മിലൊരു പരിപാടി, നീ അങ്ങോട്ടെങ്കിൽ നീ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ലോകം നമ്മളിലേക്ക് വരരുത്. ഇന്നത്തെ വിശ്വാസികൾ ലോകത്ത് മുങ്ങിക്കിടക്കുക, ലോകസ്നേഹത്ത് മുങ്ങിക്കിടക്കുക. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത, ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നത് ലോകത്തിൻ്റെ ശത്രുവാകും. ക്രിസ്തുവിൻ്റെ ശത്രുവാണ് ലോകത്തെ സ്നേഹിക്കുന്നവൻ. അത് മനസ്സിലാക്കണം, അത് പഠിക്കണം. അത് തലയിലോട്ട് കയറാത്ത കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം കാണുകയും എടുക്കുകയും പിടിക്കുക, ആ ലോകത്ത് കിടന്ന് വരികയും ചെയ്യുമ്പോൾ യു ആർ എ എനിമി ഓഫ് ക്രൈസ്റ്റ്. നീ ക്രൂശിൻ്റെ ശത്രുവാണ്. നീ പിന്നെ എന്നാ പ്രാർത്ഥിക്കാനാ? നീ എന്ത് പാടാനാ? നീ എന്ത് ധ്യാനിക്കാനോ? ഒന്നുമില്ല. നിനക്ക് ഒന്നിനും കഴിയില്ല. അതെ, ഈ ഇടയ്ക്കൊരു സഹോദരൻ എടുത്ത് ഒരു ക്ലിപ്പ് ഇട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ഇന്നത്തെ വിശ്വാസികൾ 99% ലോകസ്നേഹികളാണ്. അവർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ദൈവമക്കളെ, എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പൗലോസ് പറയുന്നത് പഠിപ്പിക്കുന്ന വിഷയം. യാക്കോബിൻ്റെ 4:4 ആ വാക്യം. വ്യഭിചാരിണികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനായി ഇച്ഛിക്കുന്നില്ല, ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നു, ലോകത്തെ വിട്ടോടേണ്ടവരാ. ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇത് പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ഈ ലോകത്തിൽ നിന്നത്രയാകുന്നു എന്ന് പറയുന്നതിൻ്റെ വചനത്തിൻ്റെ ലോജിക്കലായിട്ടുള്ള പഠനം എന്താന്ന് പറഞ്ഞാൽ, സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. ഇതെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി, ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ആത്മീയ വേർഷിപ്പ് എന്ന് നടക്കുന്ന ഈ കൂത്തുകാഴ്ച മുഴുവൻ സാത്താൻ്റെ അടിമതോത്തി കിടക്കുകയാണ്. മനസ്സിലാക്കുക. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നവർ സാത്താനെ ആരാധിക്കുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവ വ്യവസ്ഥ വിട്ടു പോകുമ്പോൾ
ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ വ്യവസ്ഥ വിട്ട് വേറെ ഏതെങ്കിലും നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് പോയി, പ്രമാണത്തിൽ നിന്ന് പോയി. ഇപ്പൊ ഒരാൾ പറയാ ഞങ്ങളുടെ അപ്പച്ചന് 96 വയസ്സുണ്ട്, ഇത്രയും നാള് കർത്താവിൻ്റെ ദാസൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, ഞങ്ങളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് 2-3 തലമുറ കണ്ടു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അടുത്ത തിങ്കളാഴ്ച, എല്ലാവരും ബർത്ത്ഡേക്ക് വരണമെന്ന് പറഞ്ഞ് ഒരു വലിയ ലോകത്തില്ലാത്ത പോലെ ഒരു വലിയ കേക്ക് ഉണ്ടാക്കി ഈ വല്യപ്പച്ചൻ്റെ കയ്യിൽ കുറേ മെഴുകുതിരി കൊടുത്ത് ഇതിലെല്ലാം കുത്തിത്താഴ്ത്തി മെഴുകുതിരിയും കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പാട്ടും പാടി ആരാധിച്ചപ്പോൾ ഗലാത്യ ലേഖന ഭാഷയിൽ നീ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു, ദിവസങ്ങൾ മാസങ്ങൾ ആണ്ടുകൾ കാലങ്ങൾ നീ പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വൃഥാവായി. അപ്പോൾ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ന്യായപ്രമാണത്തിന്റെ സിംറ്റംസ് ആണ്. ആണ്ടുകൾ നോക്കുക. ഞാൻ പണ്ട് ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. എത്ര ഗൾഫിലുള്ള എൻ്റെ സഹോദരന്മാർക്ക് 50 പേരുണ്ട്, 50 പേർക്കും ചിക്കൻ ബിരിയാണി, മൂക്കുമുട്ട തിന്നാൻ പെപ്സി മേടിച്ചു. കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് കല്യാണത്തിൻ്റെ ബർത്ത്ഡേ അവിടെ കിടന്ന് വല്ല തുമ്പും വെളിവുണ്ട്. ആരെങ്കിലും വെളിവുള്ളവനുണ്ടോ അവിടെ പഠിപ്പിക്കാൻ? പുസ്തകം പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവരും ഒരു അരമുറി അറിവും വെച്ചുകൊണ്ട് കിടന്ന് ഭയങ്കര കളിയാണ്. ദൈവമേ, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി, ഇവിടെ കാരണവർ നമ്മളെ പഠനം പഠിപ്പിച്ച മനസ്സിലായി ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല. IPC ചർച്ചിലെ ഏറ്റവും പ്രധാന കേരളം കിടുകിട വിറപ്പിച്ച പ്രാസംഗികൻ പാസ്റ്റർ ഡാഷ് ഡാഷ് ബർത്ത്ഡേ ആഘോഷിച്ചു. മെഴുകുതിരി ഈ കേക്കിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് പാട്ടും പാടി ഭാര്യയ്ക്കും കൊടുത്ത് ഭാര്യ ഭർത്താവിനും വിളിച്ചു, അതെല്ലാം കൊടുത്ത് തിന്ന് അങ്ങോട്ടും പോയി. പ്രിയ പാസ്റ്ററെ, പൗലൂസ് നിനക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി. നീ വലിയ കൊളാണ്ടറായിട്ട് വലിയ സ്ഥാനത്ത് ഭാഗത്തൊക്കെ കയറിയിരുന്ന് അതിൻ്റെ സ്ഥാനവും മാനവും അതിൻ്റെ പണവും അതിൻ്റെ പ്രശസ്തിയൊക്കെ ഏറ്റതെല്ലാം മുഴുവൻ എന്തായി? മുഴുവൻ വൃതാവായി. നീ ആളെ തരത്തി. അപ്പൊ ബർത്ത്ഡേ ആഘോഷിച്ചാൽ പോലും പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് നീ അടിമനുഖത്തിലായി. മറ്റുള്ളൊരു കാര്യമൊന്നും പറയണ്ട, നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവിടെ പെന്തക്കോസ്തുകാരൻ ഇത് ആഘോഷിച്ച് അടിമനുഖത്തിലായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തോലിക്കൻ്റെ കാര്യം എന്തിനു പറയുന്നു? നിങ്ങൾ എന്തിനു പറയും? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെ ഈ ഓശാന ബൈബിൾ എടുത്തു വെച്ച് ഈ ഗലാത്യ ലേഖനത്തിലെ ഈ ഭാഗം ഒന്ന് വായിച്ച് പഠിപ്പിച്ചു കൊടുക്കും. വായിച്ച് പഠിപ്പിച്ചു കൊടുക്കേ. ഏതാ ഭാഗം പറഞ്ഞുതരാം. ഗലാത്യർ 4-ന്റെ 8, 9, 10, 11 ഭാഗങ്ങൾ വായിച്ചങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേ. പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് മുഴുവൻ വെറുതെയായി. നിങ്ങൾക്ക് ദിവസങ്ങൾ മാസങ്ങൾ ആണ്ടുകൾ കാലങ്ങൾ പ്രമാണിച്ചുകൊണ്ടിരിക്കുന്നു. ഡെത്ത് ഡേ, ബർത്ത്ഡേ, ബോൺഡേ എല്ലാം അടിമ നുഖം. അതൊരു സീനിയർ പാസ്റ്റർ കാണിച്ചു കൊടുക്കുമ്പോൾ അണികളുടെ കാര്യം എന്തായിരിക്കും സ്ഥിതി? ഇതൊക്കെ വലിയ ടൈയും കോട്ടും കെട്ടി നിന്ന് ഈ കാണിക്കുന്ന ഈ എന്തോ പറയുക, ഈ വചനവിരുദ്ധമായ കാര്യങ്ങൾ, പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ വിട്ടോടണം. വചനം പറയുന്നതെല്ലാം നമ്മൾ വിട്ടോടണം. ലോകസ്നേഹം വിട്ടോടണം. ഇങ്ങനെയുള്ള ദുരാചാരങ്ങളൊക്കെ വിട്ടോടണം. ഇന്ന് ബന്ധോക്കോ സമൂഹം ലോകത്തിൻ്റെ മുമ്പിൽ ജീർണിച്ചു പോകാൻ, ചീഞ്ഞലിഞ്ഞു കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അവർ അനുസരിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അവർ നിലനിൽക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിങ്ങൾക്ക് അതിർവിട്ട് പോയാൽ, നമ്മൾ വണ്ടി ഓടിച്ചു പോകാനിരിക്കട്ടെ, ഒരു ബൈക്ക് ഓടിച്ചു പോവുക, ഒരു കാർ ഓടിച്ചു പോവുക, നടുക്ക് മീഡിയേറ്ററായിട്ട് ഇഷ്ടിക വെച്ച് കെട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുക. ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ലൈനിൻ്റെ അപ്പുറത്ത് കയറി പോകാൻ നോക്കും. എപ്പോഴും ഞാൻ പോകത്തില്ല. ഒരു വണ്ടിയിലില്ലെങ്കിൽ, മുമ്പിലൊരു വണ്ടി പയ്യെ പോവുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് ആ ലൈനിൽ അപ്പുറത്തുകൂടി പോയി. അത് പുറകിൽ ട്രാഫിക്കുകാരൻ പോലീസ് കീക്കി അടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകത്തില്ല. കാരണം എന്താ? പുറകിൽ നിയമപാലകന്മാർ ഉണ്ട്. അപ്പം നിയമപാലകന്മാരുള്ളപ്പോൾ മാത്രം നമ്മൾ നിയമം അനുസരിച്ചാൽ മതിയോ? അല്ലാത്തപ്പോൾ നിയമം. അതാണ് പൗലോസ് പറയുന്നത്, നമ്മൾ നിയമലംഘികളായി പോകരുത്. നിയമലംഘികൾ. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ നമ്മൾ ആരായി മാറി? ക്രൂശിന്റെ ശത്രുക്കളായി മാറി. ഹല്ലേലൂയ. സ്തോത്രം.
പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പോൾ പരിച്ഛേദനയെ അഗ്രചർമ്മവും കാര്യമില്ല, പുതിയ സൃഷ്ടി കാര്യം. പുതിയ സൃഷ്ടി എങ്ങനെയാണ്? ഹൃദയ പരിച്ഛേദന. ഈ പരിച്ഛേദനയെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിലുള്ള ആ ഭാഗം നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 2:11 വാക്യം. അവരിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം മുറിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയെ ലഭിച്ചു. അപ്പോൾ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, കൈകൊണ്ടുള്ള പരിച്ഛേദന അഗ്രചർമ്മം മുറിച്ച് കളയുന്നതാണ്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാനസാന്തരം, രൂപാന്തരം, റാഡിക്കൽ ചേഞ്ച്, റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നതാണ്. ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിൽ മാനസാന്തരമില്ലാത്ത വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. ഒരു ഞായറാഴ്ചയൊക്കെ പോയി ചുമ്മാ കിടന്ന് സമയം കളയുക, ഒരു ഗുണമില്ലാത്തവരായി മാറുക. ഓരോ ആരാധന കഴിയുമ്പോഴും ശാപമേറ്റ് പോവുകയാണ് വിശ്വാസികൾ. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായി പോയിക്കൊണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം, നീ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ കാര്യം. നീ ഒരു പ്രസിഡൻ്റ് ആയിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, നീ വലിയ ഗുളാണ്ടറായിരിക്കാം, പക്ഷേ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് സഹോദര, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിയുക്തവും ഉപദേശം അനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവനോട് നമുക്ക് പറയാനിടയായിത്തീരും. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവരും ദൈവത്തിൻ്റെയും ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെയും ഇസ്രായേലിനും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പുതിയ നിയമ ഇസ്രായേലാ, പുതിയ നിയമസഭ. പഴയ നിയമ ഇസ്രായേൽ അവിടെ കിടന്ന് അടിക്കുന്ന ആമാസമായിട്ട് നമ്മളവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ അവരുണ്ടെന്നുള്ള കാര്യമൊക്കെ. അവർ മടങ്ങി വരുന്നവരെ ദൈവം കാത്തിരിക്കുക. മടങ്ങി വരുന്നത് 2 ഈ ശത്രുക്കൾ അടിച്ച് പൊളിച്ച് നശിച്ചു കഴിയുമ്പോൾ, അവർ കുത്തിയെങ്കിലേക്ക് വിലപിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിലുണ്ട്. അങ്ങനെ യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ മനുഷ്യ ശരീരങ്ങളെ, അവരുടെ പട്ടാളക്കാരെ മൃഗങ്ങളും പക്ഷികളും തിന്ന് അവർക്ക് തൃപ്തി വരും. യെരുശലേമിൽ അവർക്ക് എന്തു ചെയ്യും? ഒരു വലിയ ശ്മശാനം ദൈവം ഒരുക്കി കൊടുക്കും. അവിടെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുക്കൾ ചത്തൊടുങ്ങാനിടയായി. അവരവിടെ നിന്ന് പോരത്തില്ല. യുദ്ധം ചെയ്യാനായിട്ട് യെരുശലേം പർവ്വത നിരകളിലോട്ട് അവർ കയറും. പക്ഷെ യഹൂദൻ അനുതപിക്കുമ്പോൾ എങ്ങനെ അനുതപിക്കുന്നത്? നോ, ഇവർ 3-2 നശിക്കുകയാണ്. എന്താ ദൈവം ഞങ്ങളുടെ മധ്യത്തിലില്ലേ? ഇവിടെ യോശുവയുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ഓരോ സമയത്ത് ശത്രുക്കളുടെ മുൻപാകെ ഇസ്രായേൽ തോറ്റോടുമ്പോൾ അവരുടെ നേതാക്കന്മാർ ചിന്തിക്കും, ദൈവം നമ്മോട് കൂടി ഇല്ലാതായില്ല, അതുകൊണ്ട് അത് സംഭവിച്ചത്. നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്, ഇപ്പോൾ ആരും കൂട്ടുകയായിരുന്നു, വലിച്ചെറിഞ്ഞുകളാ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, ഇനി നിങ്ങൾ പോകാൻ പറയും, ശത്രുവിനെതിരെ പോകാൻ പറയും. ചെല്ലുമ്പോൾ വലിയ വിജയം കൊടുക്കും. ശത്രു മുഴുവൻ എന്ത് ചെയ്യും? തകർന്നടിയാൻ. അതുപോലെ ഇസ്രായേലിനെതിരെ ഒരു വലിയ ശത്രുനിര വരാൻ പോവുകയാണ്. ആരാണ്? ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ. യെഹെസ്കേൽ 38-39 അധ്യായം വായിച്ച് പഠിച്ചോണം. ആ 38-39 അധ്യായത്തിലെ ചില കാര്യങ്ങളൊന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞൊന്ന് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടും. വെറുതെ ഒന്ന് വായിച്ചു വിടാൻ വേണ്ടി മാത്രം ഞാൻ പോവുകയാണ്. എൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. സ്വത്രം 37-38 മർമ്മപ്രധാനമായ മഹാകാര്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനോട് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു ചെയ്യുന്നു, രോഷ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായി. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടികളിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകലത്തെയും കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത മഹാസമൂഹത്തെയും അവരോടുകൂടി ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ, കൂത്യർ, ഹേമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേറ്റത്തുള്ള തോഗർമാഗതം. അതിൻ്റെ ഈ രാജ്യങ്ങൾക്ക് പുതിയ നിയമത്തിലെ പുതിയ പേരുകളും പഴയ പേരുകളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. എല്ലാം ഉണ്ട്. അവർ പല ജാതികളുടെയും നിന്നോടുകൂടി പുറപ്പെടുവിക്കുവാറാമാക്കും. ഒരുങ്ങിക്കൊള്ളുക. നീ നിൻ്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിൻ്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കുക. ഗോഗുമാകും റഷ്യ. എന്നാൽ ഏറിയ നാട് കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്ന പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെടുന്നതുമായ രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തരമായി ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങൾ, 2000 വർഷങ്ങളായി ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങൾ, ഹല്ലേലൂയ, അവിടെ നീ വരും. നീ മഴക്കോൾ പോലെ കയറി വരും. നീ നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. അത് മർമ്മപ്രധാനമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു.
ഇനി അതിൻ്റെ 17-ാം വാക്യം, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളുമായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരുടെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്ത നിന്നെക്കുറിച്ചല്ലയോ. സ്വതന്ത്രം ഗോഗുമാഗോനെ കുറിച്ച് പറയുക. എൻ്റെ എല്ലാ അവസാനം ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഇത് യഹോവയായ കർത്താവിൻ്റെ അല്ല. അന്ന് ഓരോരുത്തൻ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ ഇസ്രായേലിനെതിരെ വരുന്ന ശത്രുനിരകളെ അവർ കുത്തിയെങ്കിലേക്ക്, സെഖര്യാപ്രവചനം 10-ാം അധ്യായത്തിലുണ്ട്, അവർ കുത്തിയെങ്കിലേക്ക് നോക്കി അനുദപിച്ചു കഴിയുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും ന്യായം വിധിക്കും. ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടത്തിൻ്റെ മേലും അവനോടുകൂടിയുള്ള സകല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആനിപ്പടവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുകയും എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുകയും. 39-ന്റെ കുറച്ച് വാങ്ങിയോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വത നിരകളിൽ വരുത്തും. നിന്റെ ഇടം കൈയിൽ നിന്ന് നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. ഈ കൂടി വരുന്ന സർവ്വ സൈന്യങ്ങളുടെ കയ്യിൽ നിന്നും അമ്പും വില്ലും ദൈവം വീഴിപ്പിച്ച് കളയും. എപ്പോഴാണ് വീഴിപ്പിക്കുന്നത്? ഇസ്രയേൽ കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിക്കുമ്പോൾ. ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളും ചേർന്ന് മശികയെ ക്രൂശിച്ചു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അയച്ച മശികയെ ഞങ്ങൾ ക്രൂശിച്ചു പോയി. പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്തിൻ്റെയും യാചനയുടെ ആത്മാവിനെ ദൈവം അവരിലേക്ക് പറന്നു കഴിയുമ്പോൾ, അവരോട് നിലവിളിക്കുമ്പോൾ ദൈവം ആ നിലവിളി കേട്ട് അവരോട് കരുണ കാണിക്കും. പിന്നെ അവർക്കെതിരെ വരുന്ന ശത്രുക്കളെ നീ നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള ജാതികളും ഇസ്രയേൽ പർവ്വത നിരകളിൽ വീഴും. ഞാൻ നിന്നെ കഴുകു മുതലായ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുക്കും. നീ വെളിം പ്രദേശത്ത് വീഴും, ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അങ്ങനെ ആ വീഴുന്ന ജനത്തെ എന്തു ചെയ്യും? സ്തോത്രം. അന്ന് ഞാൻ ഗോഗിന് ഇസ്രയേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്കേ വശത്തുള്ള വഴിപോക്കരുടെ താഴ്വര തന്നെ. വഴിപോക്കർക്ക് അത് വഴി മുടക്കമായി. അവിടെ അവർ ഗോഗിനെയും അവൻ്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിന് ഹാമോൻ ഗോഗ് പുരുഷാരത്തിൻ്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഇസ്രയേൽ മക്കളും അനുദപിച്ചു കഴിയുമ്പോൾ, മടങ്ങി വന്നു കഴിയുമ്പോൾ അവരെ സ്വത്രം ദൈവം ന്യായം വിധിക്കും. വേറെ ഭാഗത്തൂടെ ഉണ്ട്. 39-17 മനുഷ്യപുത്രായ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, സകല പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവിൻ. നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുപ്പാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തു നിന്ന് വന്നുകൂടുവിൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകുട്ടന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ്സു തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹനങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നടത്തിയിരിക്കുന്ന എൻ്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈയും സകല ജാതികളും കാണും. ലോകം മുഴുവൻ കാണും. കാരണം ഈ യുദ്ധം നടക്കുമ്പോൾ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുണ്ട് ഇവിടെ, എല്ലാവരും കാണും. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഉക്രൈനെ റഷ്യ തകർക്കുന്ന രംഗങ്ങൾ, ഉക്രൈൻ റഷ്യ തകർക്കുന്ന രംഗങ്ങൾ, ഇസ്രയേൽ ഹാമാസിനെ തകർക്കുന്നു, ഹാമാസ് ഇസ്രയേലിനെതിരെ തകർക്കുന്നു. നമ്മളിവിടെ ഇരുന്നുകൊണ്ടത് ഇൻ്റർനെറ്റ് വഴി കാണുകയാണ്. വലിയ TV സ്ക്രീൻ ഉണ്ടെങ്കിൽ ശരിക്കും കാണാം. ഒരു യുദ്ധസ്ഥലത്ത് കാണുന്നത് പോലെ നമുക്ക് കാണാം. ലോകം മുഴുവൻ കാണുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപായി സഭയുടെ മാറ്റം. ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കാം. ഞാൻ അവിടുത്തെ പൗലോസ് പറയുന്നത്, പരിച്ഛേദനയിൽ ആഗ്രഹമുള്ള പുതിയ സൃഷ്ടി അത്രയും കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെയും ഇസ്രായേലിനും സമാധാനം കരുണയും ഉണ്ടാകട്ടെ. അപ്പോൾ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് കരുണയും സമാധാനം ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടയുടെ ആൾ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു.
സ്വർമാരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇത് എഴുതുമ്പോൾ പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് ഹെർക്കുലിസ് ദേവൻ, അന്ന് അവരുടെ ഗ്രീക്കേഴ്സിൻ്റെ ഇടയിൽ ഹെർക്കുലിസ് എന്നൊരു ദേവൻ ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദന്മാരുടെ ഇടയിൽ ഗ്രീക്കേഴ്സും ഒക്കെ ഉള്ള സമയമാണല്ലോ. ആ ദേവൻ്റെ ക്ഷേത്രത്തിൽ ആരെങ്കിലും ഒരു അടിമയായാൽ അവൻ ചെയ്യുന്നത്, ആ അടിമയാകാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട് വരുന്നവനെ തീച്ചൂളയിൽ നിന്നൊരു കുടിലുകൊണ്ട് ഒരു അടയാളം അവൻ്റെ ചില അറബികളുടെയൊക്കെ ഇവിടെ, അല്ല, ഈ കറുത്ത നീഗ്രോകളുടെ ഇവിടെയൊക്കെ ഉണ്ട്, മുഖം ഇവിടെയൊക്കെ ചൂട് വെച്ച് തുടകളിലെ കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട്. ആ അടയാളം വിളിച്ചു പറയുന്നത് ഞാൻ ഹെർക്കുലിസിൻ്റെ അടിമയാണ്. ആ പഠനം പൗലൂസിൻ്റെ ഹൃദയത്തിൽ കിടന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വാക്യം വിരചിതമായെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. എന്തുവാകട്ടെ, ഇവിടെ പൗലൂസ് പറയുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ജനേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കും. ജനേശുവിൻ്റെ ഒരു അടിമയാണ്, യേശുവിൻ്റെ ഒരു അടിമയാണ്. ഉടമ പറയുമ്പോൾ അനുസരിക്കുന്ന ഒരു അടിമ. ഇന്ന് ഉടമ പറയുന്നതിനൊക്കെ 4 വയസ്സത്തിൽ കാറ്റിപ്പറത്തി പോകുന്ന അടിമകളാണ് ഇന്ന് കിടക്കുന്ന മുമ്പ്. ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് നിതാപദേശം പരത്തിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷാവൃന്ദങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു അടിമയാണ്. ക്രിസ്തുവിൻ്റെ അടിമയായി ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ആ ഉടമയെ പ്രസാദിപ്പിക്കുന്ന, യജമാനനെ പ്രസാദിപ്പിക്കുന്ന ഒരു അടിമ. നമ്മുടെ യജമാനെ എന്തിനാ പ്രസാദിപ്പിക്കുന്നത്? കർത്താവിനെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യും. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് നമ്മളെ യജമാനൻ നമ്മളിൽ പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം കിട്ടുന്നത്. അല്ല ചുമ്മാ ഉപദേശത്തെയൊക്കെ ഓട്ടി മാറ്റി വായി വരുന്ന വിളിച്ചു പറഞ്ഞ് കണ്ട തോന്നിയാസങ്ങളെല്ലാം കാട്ടിക്കൂട്ടി ദുരുപദേശങ്ങളെല്ലാം ചെയ്ത് ദുരുപദേശമൊക്കെ പറഞ്ഞു കൂട്ടി കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും ആൾക്കാർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുത്ത് വാരിക്കോരി മുമ്പോട്ട് പോയാൽ നേരത്തെ പറഞ്ഞ പദം FIR വീഴും, നരകഗ്നിയിലേക്ക് പോകേണ്ടി വരും. കർത്താവ് വരാറായി. കർത്താവിൻ്റെ ഒരു ഒരുങ്ങാം. യേശുവിൻ്റെ ഒരു അടിമയായി ക്രിസ്തുവിൻ്റെ ചൂടടയാളം നമ്മുടെ ശരീരത്തിൽ വഹിച്ചു. അതായത് കർത്താവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളാണ് അടയാളങ്ങൾ. അല്ലാതെ തീ വെച്ച് പൊള്ളിക്കൊന്നും വേണ്ട. ഇതേ കഷ്ടത അനുഭവിക്കും, ഞാൻ കഷ്ടത, നിങ്ങൾ കഷ്ടത അനുഭവിക്കും. എന്തിനാ? വിശ്വാസത്തിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇതിൻ്റെ മുകളിലൊരു ടെണ്ടൊക്കെ കെട്ടി അടിച്ച് കൂട്ടി ഒരു വലിയ ഹോളൊക്കെ വെച്ചൊരു ചെണ്ടയൊക്കെ പിടിച്ച് അടിച്ച ആളെല്ലാം കൂട്ടി കാശുണ്ടാക്കി എനിക്ക് വേണമെങ്കിൽ നരകത്തിൽ പോവാം. ആർക്കും ഒരു തടസ്സമില്ല. ഞാനത് ചെയ്യത്തില്ല. ക്രിസ്തുവിൻ്റെ ഒരു അടിമയാണ്. കർത്താവ് പറയുന്ന പോലെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ കണ്ണുകളടച്ചാൽ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം.